بسم الله الرحمن الرحيم إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم. നമ്മുടെ നാട്ടിൽ പുതിയ ആശയക്കാരും പുതിയ ചിന്താഗതിക്കാരും എല്ലാം ഉള്ള ഒരു നാടാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ സാധുക്കളായ സുന്നിങ്ങളുടെ ഇടയിൽ വെച്ച് മൗലിദ് ശിർക്കല്ലേ, മൗലിദ് മുമ്പ് പതിവില്ലാത്ത എന്ന് പറഞ്ഞ് സാധുക്കളായ വിവരമില്ലാത്ത ആളുകളുടെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി തീർക്കുകയും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേദി എല്ലാം ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പരത്തുന്നത് കൊണ്ട് സംശയങ്ങൾ എല്ലാവർക്കും ദൂരീകരിക്കാമല്ലോ എന്ന് കരുതി സുന്നിയായാലും മുജാഹിദായാലും ആരായാലും ശരി, സംശയങ്ങൾ സ്വാഭാവികമാണ്. അത് തിരുത്താൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സന്നദ്ധരാണെങ്കിൽ അതിനുള്ളൊരു വേദി ഒരുക്കാമെന്ന് കരുതിയാണ് ഇങ്ങനൊരു വേദി ഇവിടെ സംഘടിപ്പിച്ചത്. ഈ മുഖാമുഖ പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടി നമ്മോട് വിഷയാവതരണം നടത്തി നമ്മോട് അഭിസംബോധന ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം അവരുകളാണ്. അവരുകളെ ആദ്യമായി ഈ യോഗത്തിലേക്കും ഞങ്ങളുടെ ഈ മഹൽ സമ്മേളനത്തിലേക്കും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ മർക്കസ് മുദീരിസ് അവരുകളാണ്. അവരുകളെയും ഈ യോഗത്തിലേക്ക്, ഈ മുഖാമുഖ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നാട്ടിലെ നമ്മുടെ എല്ലാ ആളുകളെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്കും ഈ മഹൽ സമ്മേളനത്തിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് അഭിമന്യരായ ഉസ്താദുമാർ ഈ മുഖാമുഖ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. يا سيدي يا رسول الله خذ بيدي
മാലി സിവാക വലാ അൽവി അലാ അഹദി യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജയ്ശ ദൽ മദദി റബ്ബുൽ ജമാലി തആല അല്ലാഹു ഖാലിഖുഹു വമിസ്ലുഹു ഫീ ജമീഇൽ ഖൽഖി ലം അജ്ദി. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെയും പറയുന്നതിനെയും കേൾക്കുന്നതിനെയും അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, മറ്റു പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ ഒന്നിച്ച് അവരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതമാകുന്ന ഇസ്ലാം ഈ ലോകങ്ങൾക്ക് പഠിപ്പിക്കുന്നതിനായി 1,24,000-ൽ പരം അംബിയ മുർസലുകളെ ഈ ലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ത്യപ്രവാചകരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ആളുകളുടെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ്. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ആളുകൾക്കുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആണ്. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വിശുദ്ധ ഖുർആനിലും അതിന്റെ വ്യാഖ്യാനമായ ഹദീസുകളിലും വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 23 കൊല്ലക്കാലയളവിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നൽകിയ മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും സ്വഹാബത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ദിവസം നിങ്ങൾക്ക് ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനം അവതരിച്ചത് ഹജ്ജത്തുൽ വദാഇലെ അറഫയിൽ വെച്ചുകൊണ്ടാണ്. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം നിയമവുമായി ബന്ധിക്കുന്ന ആയത്തുകളൊന്നും പിന്നീട് അവതരിച്ചിട്ടില്ല. ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് 1,24,000 സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിന്റെ റസൂല് 1,24,000 സഹാബത്തിനെ മുൻനിർത്തി അവരോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റിയിട്ടില്ലയോ? നിങ്ങൾക്ക് എത്തിച്ചു തരാൻ എന്നോട് കൽപ്പിച്ച മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലം പ്രബോധനം ചെയ്ത വിശുദ്ധ ഇസ്ലാം പൂർണ്ണമായി ആ വിശുദ്ധ ഇസ്ലാം സ്വഹാബത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. അങ്ങനെ സ്വഹാബത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി
വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രചരിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരികയും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വികസിക്കുകയും ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. നിങ്ങളിൽ നിന്ന് വല്ലവരും എന്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവന് കാണാൻ കഴിയും. ആ സമയത്ത് അവൻ സ്വീകരിക്കേണ്ടത് എന്താണ്? ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ആ സമയത്ത് എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, സന്മാർഗം സിദ്ധിച്ച ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. മാത്രമല്ല തമസ്സകൂ ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് ആ ആശയം നിങ്ങൾ കടിച്ചു പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് അടക്കമുള്ള വരാൻ പോകുന്ന ആളുകളെ മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയതായി പ്രബലമായ ഹദീസുകളിൽ കാണാം. അപ്പോൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുന്നിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഇവരെല്ലാം ജനങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞാണ്. നരകത്തിലേക്ക് പോകാൻ ഞങ്ങളെ കൂടെ വരൂ എന്ന് ഒരു പ്രസ്ഥാനവും ഇവിടെ പറയുന്നില്ല. എല്ലാവരും ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഏതാണ് ശരിയായ മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് കൈമാറിയ യഥാർത്ഥ ആശയം ഏത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന മാനദണ്ഡം, അഡ്രസ് എന്റെ സുന്നത്തും എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം എന്നതാണ്. എന്നാൽ പുത്തൻ പ്രസ്ഥാനക്കാരും അഹ്ലുസുന്നയുമായി 150-ൽ പരം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ അല്ല, വിശ്വാസപരവും കർമ്മപരവുമായ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ 150-ൽ പരം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ചര്യ ഏതായിരുന്നു എന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനാണ് സ്വഹാബത്തിന്റെയും താബിയുകളുടെയും തബഉ താബിയുകളുടെയും പിന്തുണയുള്ളത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വിവരിക്കാം. ഒന്ന്, മഹാന്മാരെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അർഹമുറാഹിമായ റബ്ബേ, ഇന്നാലിന്ന വലിയ ഇന്നാലിന്ന പ്രവാചകർ, അവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നേക്കാൾ നിന്നിലേക്ക് അടുത്തവരാണ് ആ വലിയ അല്ലെങ്കിൽ ആ മഹാൻ, അതുകൊണ്ട് അവരെ ഹക്ക് കൊണ്ട് അവരെ ജാഹു കൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ എന്ന പ്രാർത്ഥന. ഇതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. ഇങ്ങനെ തവസ്സുൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലേ, പറ്റുമെന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നത്. ഇതര പ്രസ്ഥാനങ്ങൾ പറയുന്നു പറ്റില്ല. അപ്പോൾ പറ്റുമെന്നും പറ്റില്ല എന്നും അഭിപ്രായം ഒരു വിഷയത്തിൽ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന മാനദണ്ഡം, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിലും ആദർശത്തിലും അനുഷ്ഠാന കർമ്മങ്ങളിലുമാണോ നിലകൊള്ളുന്നത്, ആ ആശയങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിലകൊള്ളുന്ന ആളുകളാണ് യഥാർത്ഥ സത്യത്തിന്റെ ആളുകൾ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ ചര്യ എന്തായിരുന്നു എന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ വിഷയത്തിലെ തർക്കത്തിന് പിന്നീട് സ്ഥാനം ഇല്ല. മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയ്യിക. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും മഴ തേടുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകുകയും ചെയ്യാറുണ്ട്. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയ്യിക.
ഈ സമയത്ത് നിന്റെ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നു, അതുകൊണ്ട് ഫസ്കിന, ഞങ്ങൾക്ക് നീ മഴ നൽകണം എന്ന് മഹാനായ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പൊ മഹാന്മാരെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതായിരുന്നു സ്വഹാബത്തിന്റെ മാതൃക. തർക്കമുണ്ടാകുന്ന സമയത്ത് സ്വഹാബത്തിന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് റസൂലിന്റെ നിർദ്ദേശം. അതുകൊണ്ട് ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ പിന്തുണ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ആണ് ഉള്ളത് എന്ന് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക്, ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു വിഷയമാണ് ഇസ്തിഗാസ, സഹായം തേടുക. എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ? അമ്പിയാക്കൾ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കൾ കറാമത്ത് കൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ജീവിതകാലത്തും മരണശേഷവും ഒക്കെ അവരോട് സഹായം ചോദിക്കുക. ഇതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. നമുക്കും പുത്തൻ പ്രസ്ഥാനക്കാർക്കും ഇടയിൽ തർക്കത്തിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ് ഇസ്തിഗാസ. അത് അനുവദനീയമാണ്. സഹാബത്ത്, താബിയുകൾ തുടങ്ങി മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ മുഴുവനും ചെയ്തു വന്നതാണെന്ന് നാം പറയുമ്പോൾ അതിന്റെ പേരിൽ നമ്മെ മുശ്രിക്കും കാഫറുമാക്കി ചിത്രീകരിക്കുകയാണ് പുത്തൻ പ്രസ്ഥാനക്കാർ ചെയ്യുന്നത്. ഉദാഹരണമായി സൽസബീൽ, ഉമർ മൗലവിയുടെ 1993 ഡിസംബർ മാസത്തിലെ സൽസബീലാണ് എന്റെ കയ്യിൽ ഉള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളിൻ, മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്നു തേടിയവൻ കാഫിറാകുന്നു. അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫിറാകുന്നു. അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാകുന്നു. ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ കാഫിറാകുന്നു. അങ്ങനെയുള്ളവരോട് അസ്ലിം തസ്ലം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. ഈ സൽസബീല് 1993 ഡിസംബർ മാസത്തെ സൽസബീലിൽ പറയുന്നത് അങ്ങനെയാണ്. എന്താണ് അസ്ലിം തസ്ലം എന്ന് പറയാൻ പാടില്ല എന്നത്? സഹോദരന്മാരെ, മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കുമാറാകട്ടെ. അദ്ദേഹം രോഗം പിടിച്ച് കിടക്കുന്ന സമയത്ത് ഈ ഉമർ മൗലവി ഉമർ മൗലവി എഴുതിയ കത്താണിത്. ആ കത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. പറയുന്നത് എന്താണ്? ഇ കെ ഹസൻ മുസ്ലിയാർ, അസ്ലിം തസ്ലം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മ അത്ബാഇക്. ഇ കെ ഹസൻ മുസ്ലിയാർ, നീ മുസ്ലിമാകണം, എന്നാൽ നീ രക്ഷപ്പെട്ടു, അല്ലാത്ത പക്ഷം നിന്റെ അനുയായികളുടെ പാപഭാരം നിന്നിലായിരിക്കും എന്ന് പറഞ്ഞ് മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ മുസ്ലിമാകണം എന്ന് പറഞ്ഞ് കത്തെഴുതിയ വ്യക്തിയാണ്. ഇങ്ങനെ അസ്ലിം തസ്ലം എന്ന് പറയാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവനും കാഫിറാകുന്നു എന്നാണ് ആ സൽസബീലിൽ എഴുതിയിട്ടുള്ളത്. എന്തിന്റെ പേരിലാണ് ഇങ്ങനെ? മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ. ഒരു പ്രയാസം വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് തരുന്ന സമയത്ത് നമ്മൾ സാധാരണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന ആളുകളോട് അഭ്യർത്ഥനയും നടത്താറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ ചര്യ എന്തായിരുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ നമുക്ക് തീരുമാനം കണ്ടെത്താൻ കഴിയും. മഹാനായ ഇമാം ബൈഹഖി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയ പ്രബലമായ ഒരു ഹദീസിൽ കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജലക്ഷാമം നേരിട്ടപ്പോൾ ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹി ഇസ്തസ്ഖിലി ഉമ്മത്തിക, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ സമൂഹത്തിന് വേണ്ടി തങ്ങളൊന്നും മഴയെ തേടണം. ഫഇന്നഹും ഖദ് ഹലകൂ, അവർ മഴയില്ലാതെ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി ബിലാൽ ഇബ്നുൽ
ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായാർത്ഥന നടത്തുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ ഈ സ്വഹാബിയെ വിവരമറിയിക്കുകയും നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുത്ത് പോകണം, അദ്ദേഹം ഭരിക്കുന്ന കാലമാണ്, എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് നിങ്ങൾക്ക് മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞ സംഭവം മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ എടുത്തു പറഞ്ഞിട്ട് ഇതിന്റെ പരമ്പര പ്രബലമാണ്. അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിലും ഈ ഹദീസ് എടുത്തു വച്ചിട്ട് ആദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ഇത് ശരിയായ പരമ്പരയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിലും സഹാബത്തിന്റെ ചര്യ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അനുകൂലമാണ്. അഹ്ലുസുന്നത്ത് സഹാബത്തിന്റെ ചര്യയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിലകൊള്ളുന്നത് എന്ന് ഈ വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കർമ്മപരമായ വിഷയങ്ങളിലേക്ക് പ്രവേശിച്ചു നോക്കിയാൽ ഖുതുബ, ജുമുഅ ഖുതുബ 1400 കൊല്ലം വരെ ലോകത്ത് ഒരു സ്ഥലത്തും ജുമുഅ ഖുതുബ നടന്നിട്ടില്ല എന്നും ആദ്യമായി ജുമുഅ ഖുതുബ തുടങ്ങിയത് കേരളത്തിലാണ് എന്നും ഈ പുത്തൻ പ്രസ്ഥാനക്കാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജുമുഅ ഖുതുബ എന്ന് പറയുന്ന KM മൗലവിയുടെ ഒരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്നു, ഇതിന്റെ 23-ാം പേജിൽ, എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്വഹാബികൾ, താബിയുകൾ, താബിയുത്താബിയുകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റുക്നുകൾ അറബിയിൽ പറഞ്ഞു വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൂർവീകരായ സൽവൃത്തരും മതപരമായ പ്രസംഗങ്ങൾ, റുക്നുകളും തുടർന്നുള്ള ഭാഗങ്ങളും മുഴുവൻ അറബിയിലായിരുന്നു ചെയ്തിരുന്നത് എന്നും നമുക്കറിയാം. എന്താണിതിൽ പറഞ്ഞത്? ഖുതുബ എന്ന് പറഞ്ഞാൽ അർക്കാൻ. അൽഹംദുലില്ലാഹ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ് എന്ന് പറഞ്ഞ് പിന്നീട് ഒരു ആയത്തോതുക, സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ഇതാണ് ഖുതുബ എന്ന് പറയുന്നത്. ഇതിനാണ് അർക്കാനി എന്ന് പറയുന്നത്. ഈ അർക്കാനും ഇതിനെ തുടർന്ന് ഇനി കുറച്ചുകൂടെ അതിന്റെ അനുബന്ധങ്ങൾ പറയുകയാണെങ്കിൽ അതും 1400 കൊല്ലം വരെ ലോകത്ത് സഹാബത്തോ അതുപോലെ ആ സഹാബത്തിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച താബിഉകളോ ചെയ്തതായി ഒരു ഗ്രന്ഥത്തിലും നാം കണ്ടിട്ടില്ല എന്ന് ഉമർ മൗലവി തന്നെ ജുമുഅ ഖുതുബ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതാണ് സത്യവും അതാണ് നമ്മുടെ പണ്ഡിതന്മാരും മുഴുവനും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. ഖുതുബ അറബിയാകൽ നിബന്ധനയാണ്. ലിമാ ജറാ അലൈഹിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്തു വന്നത്. അതുകൊണ്ട് ഖുതുബ അറബിയിലാകണം എന്ന് പണ്ഡിതന്മാർ മുഴുവനും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. എന്നാൽ എന്നാണ് ഈ ഖുതുബ പരിഭാഷ ലോകതലത്തിൽ ആദ്യമായി തുടങ്ങിയത് എന്നാണെന്ന് ഉമർ മൗലവി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഓർമ്മകളുടെ തീരത്ത് എന്ന ഉമർ മൗലവിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വിശദമായി ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഹാജി അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന ഒരു മൗലവി കൊടുങ്ങല്ലൂരിൽ ഒരു പള്ളി ഉണ്ടാക്കുകയും എങ്ങനെ ആ പള്ളിയിലാണ് ആദ്യമായിട്ട് ജുമുഅ ഖുതുബ തുടങ്ങിയത് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ പള്ളിക്ക് ജനങ്ങളൊക്കെ പുതിയ പള്ളി എന്നാണ് പറഞ്ഞിരുന്നത്. വളരെ വിശദമായി പറയുന്നുണ്ട്. ഏതാനും വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. പുതിയ പള്ളി എന്ന് ഖ്യാതി നേടിയ ഈ പേര് നിർമ്മാതാവോ അദ്ദേഹത്തിന്റെ കുടുംബമോ നൽകിയതല്ല. ഈ പള്ളിക്ക് ജനങ്ങൾ പുതിയ പള്ളി എന്ന് പേരിട്ടു. അത് ഈ പള്ളി സ്ഥാപിച്ച ആളോ അദ്ദേഹത്തിന്റെ കുടുംബമോ നൽകിയതല്ല, നാട്ടുകാർ കൊടുത്തതാണ് പുതിയ പള്ളി. ഇതിന്റെ പിന്നിൽ 2 അവ്യൂഹങ്ങളുണ്ട്. ഒരു പള്ളി തൊട്ടുള്ളപ്പോൾ പുതുതായി ഉണ്ടായ പള്ളി എന്ന നിലയിൽ ആദ്യത്തേതിന് പഴയ പള്ളി എന്നും രണ്ടാമത്തേതിന് പുതിയ പള്ളി എന്നും വിളിച്ചു പോന്നു. ഇതാണ് ഒരു വർത്തമാനം. മറ്റൊന്ന് ഇങ്ങനെയാണ്, പുതിയ മതക്കാരുടെ പള്ളി എന്ന അർത്ഥത്തിലാണ് പുതിയ പള്ളി എന്ന് പറയുന്നത്. പുതിയ മതക്കാരുടെ പള്ളി എന്ന നിലയിൽ പുതിയ പള്ളി എന്ന് ജനങ്ങൾ പേരിട്ടപ്പോൾ പഴയ മതക്കാരുടേത് പഴയ പള്ളി എന്നും പറയപ്പെട്ടു. അക്കാലത്ത് വഹാബികൾ എന്ന് പേരുകാർ പുതിയ മതക്കാരാണല്ലോ, പുരോഹിതന്മാർ അങ്ങനെയാണല്ലോ പ്രചരിപ്പിച്ചത്. രണ്ടാമത്തെ അവ്യൂഹത്തിനും ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നത്, പള്ളി പണിത ശേഷം ജുമുഅ തുടങ്ങി. ഹൈദരാബാദുകാരൻ മൗലവി ഉറുദുവിൽ ഖുതുബ നടത്തി.
ശ്രോതാക്കൾ അധികവും ഉറുദു അറിയുന്ന കച്ചിമ്മേൽക്കാരും ആലികളുമായിരുന്നു. അവർ തന്നെ അബ്ദുള്ള ഹാജി ആദം സേട്ടുവിന്റെ സ്വാധീനത്താൽ എത്തുന്നവരും 50-ൽ പരം താഴെ ആളുകൾ മാത്രമാണ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് 1920 അല്ലെങ്കിൽ 1918 ലോകതലത്തിൽ ആദ്യമായി അനറബി ഭാഷയിലുള്ള ഖുത്ബ തുടങ്ങിയത്. ആദ്യം ഉറുദു ഭാഷയിലാണ് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം ശേഷം പറയുന്നുണ്ട്, കൊച്ചിയിൽ വന്നാൽ പുതിയ പള്ളിയുമായിട്ടാണ് ബന്ധം. കുറെ കാലം ഉറുദു ഖുത്ബയ്ക്ക് ശേഷം പിന്നീട് അത് മലയാളത്തിലാക്കി. അങ്ങനെ ഈ പള്ളിയിലാണ് ലോകതലത്തിൽ ആദ്യമായി അനറബി ഭാഷയിലുള്ള ഖുത്ബ നടന്നത്. സഹോദരന്മാരെ, അപ്പോൾ 1400 കൊല്ലം വരെ ലോക മുസ്ലിങ്ങൾ നിർവഹിച്ചു വന്നത് അറബി ഭാഷയിലുള്ള ഖുത്ബ മാത്രമാണ്. അതുകൊണ്ട് അറബി ഭാഷയിലുള്ള ഖുത്ബക്കാണ് സ്വഹാബത്തിന്റെയും താബീകളുടെയും പിന്തുണയുള്ളത്. അപ്പോൾ ഇന്ന് തർക്കമാണ്, ഖുത്ബ അറബിയിലാണോ അതല്ല മലയാളത്തിലാണോ നടത്തേണ്ടത്. ഇങ്ങനെ തർക്കം വന്നാൽ അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന റസൂലിന്റെ നിർദ്ദേശം നാം അംഗീകരിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നവർക്ക് അറബിയിൽ മാത്രമേ ഖുത്ബ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സഹോദരന്മാരെ, മറ്റൊരു വിഷയമാണ് തറാവീഹ്. ഇന്നും മക്കയിലും മദീനയിലുമൊക്കെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. കേരളത്തിലും വഹാബികൾ 20 റക്അത്ത് തന്നെയായിരുന്നു തറാവീഹ് നിസ്കരിച്ചിരുന്നത്. 1929 അവരുടെ മദ്രസയിലേക്ക് തയ്യാർ ചെയ്ത കിതാബുൻ അവ്വലു ഫിൽ അമലിയാത്ത് എന്ന ഗ്രന്ഥമാണ്, പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഇതിന്റെ 30-ാമത്തെ പേജിൽ പറയുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് തറാവീഹ് എന്ന ഒരു നിസ്കാരം. ആ നിസ്കാരം ഇശാഇന് 3-ാമത്തെ സുന്നത്ത് നിസ്കാരം തറാവീഹ്. ഇതും ഇശാഇന്റെ ശേഷമാണ്. എന്നാൽ റമദാനിൽ മാത്രമേ ഉള്ളൂ. ഇത് 20 റക്അത്താണ് എന്നാണ് 1929 പുത്തൻ പ്രസ്ഥാനക്കാർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ലോക മുസ്ലിങ്ങൾ 4 മദ്ഹബിലും 20-ൽ കുറഞ്ഞ തറാവീഹ് ഇല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം പള്ളിയിൽ വന്ന് നോക്കിയപ്പോൾ അതാ പള്ളിയിൽ വ്യത്യസ്ത ചെറിയ ചെറിയ സംഘങ്ങളായി ജമാഅത്ത് ആയി നടത്തപ്പെടുന്ന പതിവാണ് അന്നുണ്ടായിരുന്നത്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 രാത്രികളിൽ തറാവീഹ് നിസ്കരിക്കുകയും പിന്നീട് അത് ഫർളാക്കപ്പെടുമോ എന്ന ഭയത്താൽ നിർത്തിവെക്കുകയും ചെയ്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒറ്റയായും ചെറിയ ചെറിയ സംഘങ്ങളായിട്ടൊക്കെ ജമാഅത്തായി നിസ്കരിച്ചു വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും അങ്ങനെ തന്നെ തുടർന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിന്റെ തുടക്കത്തിലും അങ്ങനെ തന്നെ തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ വെവ്വേറെ സംഘങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരെ എല്ലാവരെയും ഒരേ ഇമാമിന്റെ കീഴിൽ ഒന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കി മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് എല്ലാവർക്കും വലിയ ജമാഅത്തിന് ഇമാം നിൽക്കാൻ പറഞ്ഞ സമയത്ത് ആ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിവെച്ച ഒരു സംഗതിയല്ലേ ഈ വലിയ ജമാഅത്ത്, അത് നാം എങ്ങനെ തുടങ്ങും എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നിർത്താനുള്ള കാരണം അത് ഫർളാക്കുമോ എന്ന ഭയമാണല്ലോ. ആ കാരണം ഇപ്പോൾ ഇല്ല. കാരണം നിയമമാക്കുന്നത് ഫർളാക്കുകയും മറ്റുമൊക്കെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ആ ഭയം ഇനി ഇല്ല. അപ്പോൾ അതിന്റെ പേരിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിവെച്ചത്. അതുകൊണ്ട് നമുക്കത് തുടങ്ങാം എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീന പള്ളിയിൽ നടന്ന ഈ ജമാഅത്ത് തറാവീഹ് 20 റക്അത്തായിരുന്നു. ഇനി സഹോദരന്മാരെ, നാം ഒന്ന് ചിന്തിക്കുക. പുത്തൻ പ്രസ്ഥാനക്കാര് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 റക്അത്ത് മാത്രമാണ് തറാവീഹ് നിസ്കരിച്ചിരുന്നത് എന്ന് നാം സങ്കല്പിക്കുക. എന്നാൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 20 റക്അത്ത് നിസ്കരിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അത് ചോദ്യം ചെയ്യും എന്ന കാര്യം തീർച്ചയാണ്. എന്തുകൊണ്ട്?
റസൂല് നിർത്തിവെച്ചത് നമ്മളെങ്ങനെ തുടങ്ങാ എന്ന് ചോദിച്ച ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ മാസത്തിൽ ശാരീരികമായ ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തില് 12 റക്അത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വന്തം വകയായിട്ടാണ് കടത്തിക്കൂട്ടിയ. സഹാബത്ത് നോക്കിക്കോ അവിടെ. അത് ചോദ്യം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ? 2 റക്അത്താണെങ്കിൽ ആദ്യം 2, പിന്നെ 2, പിന്നെ 2, പിന്നെ 2, അങ്ങനെ 12 ആക്കിയതല്ല, ഒറ്റയടിക്ക് 12 നിസ്കാരത്തിൽ കരിഞ്ചന്തേറ്റ്. ഇനി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് നിസ്കരിക്കുന്നത് ആരാ? 3 രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഇമാമും ജമാഅത്തുമായി തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുത്ത സഹാബത്താണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ 20 റക്അത്ത് നിസ്കരിക്കുന്നത്. അപ്പോൾ അവിടെ ചോദ്യം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. നിർത്തിയത് എങ്ങനെ തുടങ്ങാന്ന് ചോദിച്ച് 12 റക്അത്ത് നമ്മളെങ്ങനെ കൂട്ടാന്ന് എന്തായാലും ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അക്കാലത്തുള്ള സഹാബത്തും മുഴുവനും ഐക്യകണ്ഠേന 20 നിസ്കരിക്കുകയാണ് ചെയ്തത്. അതിനെ ഒരാളും ചോദ്യം ചെയ്തതായി ഒരു രേഖയും ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 രാത്രികളിൽ നിസ്കരിച്ചതും 20 റക്അത്താകുന്നു. അതുകൊണ്ടാണ് 4 മദ്ഹബിലും 20-ൽ കുറഞ്ഞ റക്അത്ത് തറാവീഹ് ഇല്ല. ഇന്നും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലം മുതൽ ഉടമുറിയാതെ മദീനത്തെ പള്ളിയിൽ 20 നിസ്കരിച്ചു വരുന്നതും അതുകൊണ്ടാണ്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പേടിച്ചു മിണ്ടാതെന്നാണെന്ന് വിചാരിക്കാൻ യാതൊരു ഒപ്പില്ല. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു, നബിയിൽ നിന്ന് പഠിച്ചതിനെതിരായി വല്ലതും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പൊ സദസ്സിൽ നിന്നൊരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്ന് കേട്ട ആശയത്തിന് എതിരായി നീ വല്ലതും പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ കാണുന്ന വാളുകൊണ്ട് നിന്നെ ഞാൻ ശരിയാക്കും എന്ന് സദസ്സിൽ നിന്ന് ഒരാൾ വാളുയർത്തി പറഞ്ഞു. അതായിരുന്നു സ്വഹാബത്ത്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഗം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ചെയ്യാണോ ചെയ്ത്? അല്ല, അൽഹംദുലില്ലാഹ് അള്ളാഹനെ സ്തുതിക്കുക ചെയ്ത്. എന്ത് വല്ല പ്രശ്നങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്ന് പഠിച്ചതിന് എതിരായിട്ടോ പുതിയത് വല്ലതോ എന്നിൽ നിന്ന് വരികയാണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ അത് തിരുത്തുന്ന ഒരു സമൂഹത്തിലാണല്ലോ എന്നെ നേതാവാക്കിയത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്തത്. ഈ നിലക്കുള്ള സഹാബത്ത് 12 റക്അത്ത് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തിൽ കടത്തിക്കൂട്ടി എന്നാണ് ഇപ്പൊ റസൂല് തറാവി 8 നിസ്കരിച്ചതെന്നാണ് ഇതിന്റെ അർത്ഥം. റസൂല് തറാവി 8 നിസ്കരിച്ചതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏതാണ്? 12 റക്അത്ത് ഉമർ ഇബ്നുൽ ഖത്താബും സഹാബത്തും മതത്തിൽ കടത്തിക്കൂട്ടിയതാണ്. അതുകൊണ്ട് ഉമറും ആ 20 റക്അത്ത് നിസ്കരിച്ച ആളുകളൊക്കെ നരകത്തിലാണ് എന്നാണ്. ഇവർ 8 തറാവി എന്നതിന്റെ അൽഹാസിൽ അതിന്റെ ആകത്തുക അതാണ്. അപ്പൊ ഈ വിഷയത്തിലും തറാവീഹിന്റെ വിഷയത്തിലും സഹോദരന്മാരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെയാണ് സഹാബത്തിന്റെ ചര്യയുള്ളത്. സഹാബത്തിന്റെ ചര്യയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉള്ളത്. ഇനി ഏത് വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, അതുപോലെ തന്നെ സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അന്നത്തെ സാഹചര്യം, അന്ന് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് കൂടുതൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുവാനോ മറ്റോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ഞാനും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും കൈ തമ്മിൽ തട്ടിയിരുന്നു, ഒരേ ഹൗലിൽ നിന്ന് ഞങ്ങൾ ഉളൂ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി ഹദീസുകളിൽ കാണാൻ കഴിയും. കാരണം അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണാൻ പാടില്ല എന്നുള്ള നിയമം അന്ന് വന്നിട്ടില്ല. കാരണം അങ്ങനെ നിയമം വന്നാൽ അന്ന് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അന്ന് ഇവര് ജമാഅത്തിന് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നിച്ചാ പോവുക. കാരണം സ്ത്രീകളെ വീട്ടിലാക്കി പോകാൻ പുരുഷന്മാർക്ക് പോകാൻ ധൈര്യമില്ലാത്തൊരു കാലമാണ്. കാരണം ശത്രുക്കളുടെ പല ഭാഗത്തിൽ നിന്നുള്ള അക്രമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ഒരു കാലമായതുകൊണ്ട് പോവുകയാണെങ്കിൽ ഒന്നിച്ചാ അവർ പോവുക. അപ്പൊ അവരാണ് ആ കാലത്ത് പോയ കുറെ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട്. ബാബു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദി എന്ന് പറയും. എന്നിട്ട് ആ നിയമം ഇപ്പോഴും ബാധകമാണ് എന്നാണ് പുത്തൻ പ്രസ്ഥാനക്കാര് പറയുന്നത്. അതേ സമയത്ത് ആ നിയമം പിന്നീട് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ലൂലാ വഅഖിന്നസ്സലാ വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം. എന്നിട്ട് വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ലൂലാ, ജാഹിലിയത്തിലെ സ്ത്രീകൾ രംഗത്തിറങ്ങിയതുപോലെ നിങ്ങൾ രംഗത്തിറങ്ങാൻ പാടില്ല. വഅഖിന്നസ്സലാ വഅതീന
സക്ക, വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും വേണം എന്ന കൽപ്പന വന്നതോട് കൂടെ ഈ പള്ളിയിലേക്ക് പോകുക എന്ന സമ്പ്രദായം നിർത്തിവെക്കുകയും അതിനുശേഷം പിന്നീട് ഈ നിയമം അറിയാത്ത ചില ഒറ്റപ്പെട്ട സ്ത്രീകൾ മാത്രമാണ് പള്ളിയിലേക്ക് വന്നതെന്നും അവരും നിയമം അറിഞ്ഞതോടുകൂടെ അത് നിർത്തപ്പെടുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥം. പക്ഷേ അപ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന ആ സംഭവങ്ങൾ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നും ആ നിയമം ബാധകമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം അതിനെ നസ്ഖ് ചെയ്യുന്ന മറ്റു നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്ത്രീ ജുമുഅ ജമാഅത്ത് ആകട്ടെ, ഖുതുബ പരിഭാഷയാകട്ടെ, തറാവീഹ് ആകട്ടെ, ഇനി മറ്റു നാമും അവരും തർക്കത്തിലിരിക്കുന്ന ഏത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയൊക്കെ സഹാബത്തിന്റെ യഥാർത്ഥ ചര്യയിലുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഏറ്റവും തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇസ്തിഗാസ. 1-2 ഉദാഹരണങ്ങൾ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഏത് സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. നാം ഇപ്പോൾ സാധാരണ നമുക്കെല്ല പ്രയാസങ്ങളും നേരിട്ടാൽ ഒന്നുകിലും അമ്പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ പുത്തൻപള്ളിയിലേക്ക് പോകും, അല്ലെങ്കിൽ മടവൂരിലേക്ക് പോയി അവിടെ ചെന്ന് അള്ളാഹുവിനോട് ആ മഹാന്മാരുടെ ഹളറത്തിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ സമ്പ്രദായം. ഇത് തന്നെയായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്റെ ശിഷ്യനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിയുടെ 4ാമത്തെ ഉസ്താദാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നത് ഇന്നി ല അതബറകു ബി അബീ ഹനീഫ, മദ്ഹബിന്റെ മറ്റൊരു ഇമാമായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്. അദ്ദേഹം 7ഓളം സഹാബിമാരെ കണ്ട മഹാനാണ്. ആ അബൂ ഹനീഫ തങ്ങളെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കും. വഅജീഉ ഇലാ ഖബ്രിഹി, അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ഞാൻ വരും. ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും അബൂ ഹനീഫ തങ്ങളുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യും. എന്നിട്ട് ഫൈദാ അറലത്ലി ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും വീട്ടേണ്ടി വന്നാൽ സ്വല്ലൈതു റകഅത്തൈനി, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കുകയും വജിഅതു ഇലാ ഖബ്രിഹി, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിടത്തിൽ വന്നിട്ട് വസഅൽ ഇൻദഹു, ആ അബൂ ഹനീഫ തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഫമാ തബഉദു അലയ്യ ഹത്താ തുഖ്ലാ, അങ്ങനെ ഞാൻ ചെയ്താൽ വളരെ വൈകാതെ എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടാറുണ്ട് എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ആശയം അവർക്ക് എവിടെ നിന്ന് കിട്ടി? സഹാബത്തിൽ നിന്ന് കിട്ടിയതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സംഭവം, മറ്റൊരു സംഭവം കൂടെ കേൾക്കൂ. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു 7 ദിവസം കൊണ്ട് അദ്ദേഹം മദീനയിൽ വന്നു. അങ്ങനെ സിറിയയിൽ നിന്ന് 7 ദിവസം പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലെത്തിയത്. അങ്ങനെ മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചു പോയത് 2.5 ദിവസം കൊണ്ടാണ്. അന്ന് സാധാരണഗതിയിൽ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ സിറിയയിൽ നിന്ന് മദീനയിൽ വരാൻ 7 ദിവസം പിടിക്കും. അങ്ങനെ 7 ദിവസം പിടിച്ച് മദീനയിലെത്തിയ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി 2.5 ദിവസം കൊണ്ട് സിറിയയിൽ തിരിച്ചെത്തി. എങ്ങനെയാണ് തിരിച്ചെത്തിയത്? ബിദുആഹിഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ വന്ന് പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും വതശഫ്ഫുഹി ബിഹി ഫീ തക്രീബി ത്വരീഖിഹി, എന്റെ വഴിയൊന്ന് ചുരുക്കി കിട്ടണം. 7 ദിവസം കൊണ്ട് സിറിയയിൽ എത്തിയാൽ പോരെ, എനിക്ക് 2.5 ദിവസം കൊണ്ട് എത്തണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ വഴിയൊന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോടൊന്ന് ശുപാർശ പറയണമെന്ന് മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു വഴി ചുരുക്കി കൊടുക്കുകയും അങ്ങനെ 2.5 ദിവസം കൊണ്ട് മദീനയിൽ നിന്ന് സിറിയയിൽ തിരിച്ചെത്തിയ സംഭവം മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹാബത്തിന്റെ ചര്യ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുക. വഫാത്തിന് ശേഷം അവിടുത്തെ ഖബറിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
നമ്മോട് പറയുക എന്നാണ്. അത് പിന്തുടർന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഴുവനും ഈ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. അങ്ങനെ സഹോദരന്മാരെ, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തിയവരാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ, മഹാനായ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ കർത്താവ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ വഫാത്തായ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, യാ സയ്യിദർ റസൂലില്ലദീ ഫാക്കൽ ബറാ ബഅസൻ സമാ കുല്ലൽ വുജൂദി വുജൂദാ എന്ന് പറഞ്ഞ് പ്രവാചകരുടെ നേതാവായ നബിയെ, സൃഷ്ടികളുടെ നേതാവായ നബിയെ എന്നിങ്ങനെ പറഞ്ഞു റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, ഹാദീ റാഅത്തു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും മിൻ യൗമ കാന വലീദാ. ഇത് അങ്ങേയറ്റം തെറ്റു ചെയ്തു പോയ നിങ്ങളുടെ ചര്യകളൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു പാപിയായ ആളുടെ അപേക്ഷയാണ് നബിയെ. യർജൂ ബികൽ മഹിയസ് സഈദ വബഅസഹു ബഅദൽ മമാതി ഇലൻ നഈമി ഷഹീദാ. ഈ പാപി ആഗ്രഹിക്കുന്നത് തങ്ങൾ കാരണമായി വിജയകരമായ ഒരു ജീവിതവും അതുപോലെ മരണശേഷം സ്വർഗത്തിലേക്ക് യാത്രയാക്കപ്പെടലിനെയും തങ്ങൾ മുഖേന ആഗ്രഹിക്കുന്നു നബിയെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായാഭ്യർത്ഥന നടത്തിയവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എന്റെ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പുത്തൻ പ്രസ്ഥാനക്കാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും തർക്കത്തിലിരിക്കുന്ന ഏത് വിഷയങ്ങൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിലൊക്കെ സഹാബത്തിന്റെ ചര്യ, താബികളുടെ ചര്യ, തബഉ താബികളുടെ ചര്യ, ആ ചര്യയിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഉള്ളത്. മറ്റുള്ള പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ ഈ തറവാട്ടിൽ നിന്ന് തെറ്റിപ്പോയവരാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തെറ്റിപ്പോയവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ആ തറവാട്ടിലേക്ക് തിരിച്ചു വരലാണ് എന്നല്ലാതെ ഒരാൾ ഒരു തറവാട്ടിൽ നിന്ന് തെറ്റിപ്പോയാൽ പത്താളുണ്ടായിരുന്ന ഒരു തറവാട്ടിൽ നിന്ന് ഒരു മകൻ തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക, എന്നാൽ ഈ 9 ആളും ഈ മകന്റെ കൂടെ പോവുകയല്ല വേണ്ടത്. അവിടെ ഐക്യമുണ്ടാകാൻ ഈ തെറ്റിപ്പോയ ഒരാള് തറവാട്ടിലേക്ക് തിരിച്ചു വരൽ ആണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന തറവാട്ടിൽ നിന്ന് തെറ്റിപ്പോയവരാണ് പുത്തൻ പ്രസ്ഥാനക്കാരാരാണെങ്കിലും അവരൊക്കെ. അതുകൊണ്ട് അവർക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഈ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അതിനുള്ള ഏകമാർഗം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കിയത് അംഗീകരിക്കുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കി അത് വർജിക്കുവാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വിഷയാവതരണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചോദ്യോത്തരത്തിനുള്ള സമയമാണ്. അത് ഇന്ന ആള് ചോദിക്കുക എന്നൊന്നും നമുക്ക് ഇവിടെ യാതൊരു കണക്കുമില്ല. പുത്തൻ പ്രസ്ഥാനക്കാരിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കുക. ഇനി സുന്നികളായിരിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കുക. ഇന്ന ആള് ചോദിക്കുക എന്ന കണക്കൊന്നും നമുക്കില്ല. അതുകൊണ്ട് അതിനുള്ള അവസരമാണ് ഇനിയുള്ളത്. അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ ഉള്ള ഒരു സുവർണ അവസരമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയാവതരണം കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് സംശയ നിവാരണമാണ്. സാധാരണ പറയാറുള്ളത് പോലെ ആമുഖമായി 1-2 വിഷയങ്ങൾ ഉണർത്തുന്നു. ഒന്ന്, ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ സൂചിപ്പിക്കപ്പെട്ട പോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംശയമുള്ളവർക്കുമാവാം, ബിദഈ ചിന്താഗതിക്കാർ സ്വയം അവർ ബിദഅത്തുകാരാണെന്ന് സമ്മതിക്കുകയില്ലെങ്കിലും അവരുടെ ആദർശം അത്തരത്തിൽ എത്തപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഏതായിരുന്നാലും അവരിൽപ്പെട്ട സാധാരണക്കാർക്കും മുതിർന്നവർക്കും ചോദിക്കാം. ചോദ്യത്തിന് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരവസരം, പിന്നീട് ഒരു ഉപചോദ്യത്തിനുള്ള അവസരം എന്നുള്ള ഡിമാൻഡ് ഒന്നുമില്ല. എങ്ങനെയും ചോദിക്കാം. പക്ഷേ ചോദിക്കപ്പെടുന്ന വിഷയം ആദർശപരമായതായിരിക്കണം.
ബേപ്പൂര് തുറമുഖത്ത് ഇപ്പോൾ കപ്പൽ വരലുണ്ടോ? ഫറൂഖ് പാലത്തിങ്ങ് എന്തൊക്കെയാണ്? കാടാമ്പഴപ്പഴക്ക് പാലം കെട്ടിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലാതെ പഠിക്കാനും പകർത്താനുമുള്ള ചോദ്യങ്ങളായിരിക്കണം. അതും വുളൂഇന്റെ ഷർത്ത് എത്ര? നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് മിസ്കോള് വിട്ടാൽ എന്താണ് വിധി? അതൊന്നും ഇവിടെ ചോദിക്കേണ്ട. ആശയപരമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സുന്നിയേതര കക്ഷികളും തമ്മിലുള്ള അഭിപ്രായാന്തങ്ങളാണ് ചോദിക്കേണ്ടത് എന്ന് രണ്ടാമതായി ഉണർത്തുന്നു. മൂന്നാമതായി ഉണർത്താനുള്ളത്, ഇതിന് പ്രതികരണമെന്നോണം വിഘടനവാദികൾക്ക്, പുത്തൻ പ്രസ്ഥാനക്കാർക്ക് എന്തെങ്കിലും ഒരു സംരംഭം തട്ടിപ്പടക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി ഇങ്ങനെ തന്നെയാണ്. ഇതുപോലൊരു വേദി ഒരുക്കി പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾക്ക് ചോദിക്കാനുള്ള സംശയ നിവാരണം വരുത്തിക്കൊണ്ടുള്ള സദസ്സായിരിക്കണം. അത്തരം സദസ്സിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ആളുകൾ ഇല്ല എന്നാണ് ഇതുവരെ തെളിയിക്കപ്പെട്ട വിശ്വാസം. അല്ല, അങ്ങനെയുണ്ടെങ്കിൽ അത്തരം ഒരു വേദി സംഘടിപ്പിച്ച് മാതൃകയാക്കണം എന്ന് എല്ലാ സഹോദര സമുദായങ്ങളോട്, സഹോദര ബിദ്അ ചിന്താഗതിക്കാരോട് എല്ലാവരോടും ഉണർത്താനുള്ള വിഷയമാണ്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും തെറ്റ് തെറ്റായി മനസ്സിലാക്കാനും സത്യത്തെ സ്വായത്തമാക്കാനും തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്കൊക്കെ തൗഫീഖും സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദ്യകർത്താക്കളെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നബി ചെയ്തിയാണോ? എങ്കിൽ അത് തെളിവ് സഹിതം ഒന്ന് വിശദീകരിച്ചാലോ? ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദുർ റസൂലില്ലാഹ്. നമസ്കാര ശേഷം ഉള്ള കൂട്ടുപ്രാർത്ഥന നബി ചര്യയാണോ? അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിച്ചാലോ? ഇതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവൃത്തി, നബി തങ്ങളുടെ അനുവാദം, ഇതിനാണ് നബി ചര്യ എന്ന് പറയുന്നത്. ഖൗലുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലുഹു വതഖരീറുഹു. നബി തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവൃത്തി, നബി തങ്ങളുടെ അനുവാദം, ഇതാണ് നബി ചര്യ. അപ്പോ ഇനി ഇവിടെ ഒരു വിഷയമുള്ളത്, നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നബി ചര്യയാണോ, അഥവാ നബി തങ്ങളുടെ പ്രവൃത്തിയിലുണ്ടാവുകയോ നബി തങ്ങളുടെ പ്രവചനങ്ങളിൽ അതല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുകയോ നബി തങ്ങളുടെ അനുവാദത്തിന്റെ പരിധിയിൽ വരികയോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യത്തിന്റെ വിശദമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചു, അയ്യുദ്ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും സ്വീകരിക്കാൻ പര്യാപ്തമായ പ്രാർത്ഥനാലബ്ധിക്ക് കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സന്ദർഭം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രധാനമായ ഒരു സന്ദർഭമായി ഉണർത്തിയത് ദുബുറ കുല്ലി സ്വലാത്തിൻ, നിസ്കാരത്തിന്റെ ഫിറകെ, പഴയ ഭാഷയിൽ. അവ നിസ്കാരത്തിന്റെ ശേഷം ദുആ ഇരക്കുന്നത് കൂടുതൽ പുണ്യമുണ്ട്. അതിലാരും തർക്കമില്ല എന്ന് പറയാറുണ്ട്, തർക്കം ഉണ്ട് മറ്റൊരു വശം. ഇനി ആ ദുആ, ഒരാള് ദുആ ഇരുന്ന് മറ്റുള്ളവരെ കൂടെ പരിഗണിക്കേണ്ടതുണ്ടോ?
മറ്റുള്ളവർ ആമീൻ പറയേണ്ടതുണ്ടോ എന്നതാണ് സംശയം, അല്ലേ? ദുആയിരക്കുമ്പോൾ ഏത് ശൈലിയിലാവണം? ദുആഇന്റെ ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നബി തങ്ങൾ പറഞ്ഞത്? ലാ യജ്തമിഉ മലഉൻ, ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി. ആ ഒരുമിച്ച് കൂടിയ സംഘം ഫയദഉ ബഅദുഹും, ഒരാൾ ദുആയിരന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ ഇല്ല അജാബഹുമുല്ലാ, നബി തങ്ങൾ ഉത്തരം ചെയ്യും. ഏത് സംഘമാവട്ടെ. അവൻ നബി തങ്ങൾ പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ച സമയത്ത് നബി തങ്ങൾ പഠിപ്പിച്ച ശൈലി ഉപയോഗിച്ച് പ്രാർത്ഥന നടത്തുന്നതാണ് സുന്നികൾ നിർവഹിക്കാനുള്ളത്. അഥവാ നബി തങ്ങളുടെ ഖൗലിൽ ഇത് ഉൾപ്പെട്ടു എന്നർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, സഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസ്, കിതാബുൽ മസാജിദ് വ മവാലിഉസ് സലാത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു വീട് നിർമ്മിച്ചു, അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പള്ളി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയോടൊത്ത് ഇവിടെ നിസ്കരിക്കും. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ ദൂരമുള്ള പള്ളിയിലേക്ക് പോവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു നബിത്തങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്ത് എനിക്ക് നിസ്കാരത്തിനുള്ളൊരു മാതൃക കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തി. ഐന ഉസല്ലി ഫി ബൈതിക, നിങ്ങൾക്ക് ഇനിയുള്ള ശിഷ്ടകാലം നിസ്കരിക്കാൻ ഞാൻ ഏത് സ്ഥലമാണ് തെരഞ്ഞെടുത്തു തരേണ്ടത്? ഞാൻ എവിടെയാണ് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഭാഗം കാണിച്ചു കൊടുത്തു, ഒരു പ്രയർ ഏരിയ. ആ പ്രയർ ഏരിയയിൽ നിസ്കരിക്കാനുള്ള ആ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു. അതിനുശേഷം എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും, വലിയ അഹ്ലു ബൈത്ത് എല്ലാവർക്കും വേണ്ടി ആ നിസ്കാരത്തിന്റെ ശേഷം ദുആയിരുന്നിരുന്നു എന്ന് വളരെ വ്യക്തമായി സഹീഹ് മുസ്ലിമിലും ഉണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നു, ഫർള് നിസ്കാരാനന്തരം കൂട്ടുപ്രാർത്ഥന നടത്താൻ. അഥവാ ഭാര്യയുമായി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ ശേഷം ബഹുമാനപ്പെട്ടവരോട് നബി തങ്ങൾ കൽപ്പിച്ചു ദുആയിരക്കാനും ആമീൻ പറയാൻ ഭാര്യയോടും കൽപ്പിച്ചത് കിതാബുൽ ഹില്യ. ഇബ്നു തൈമിയ്യ അടക്കം വമിൻ അജ്ബദിൽ കുതുബി, നല്ല ഗ്രന്ഥമാണ് എന്ന് പരിചയപ്പെടുത്തിയതിൽ 3 പരമ്പരയോടുകൂടെ ഈ സംഭവവും ഉദ്ധരിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞ ഉലമാക്കളൊക്കെ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. 1940 മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ ആ ശൈലിയിൽ നിർവഹിക്കുന്നവരാണെന്ന് ഇബ്നുൽ വർദി റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഇഅ്ലാമിലും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഷിയാദരണത്തിൽ പറഞ്ഞത് ഇസ്തിഗാസയെ സംബന്ധിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്തിഗാസ എല്ലാ വ്യക്തികളോടും ഇസ്തിഗാസ നടത്തുന്നതിൽ അന്തരമുണ്ടോ? അതിന് പ്രത്യേക നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ? ഇസ്തിഗാസ പണ്ഡിതന്മാരിൽ സ്വഹാബാക്കളാലും റസൂലുള്ളാഹിയുടെ ചര്യയിൽ നിന്നും സ്വഹാബാക്കളിൽ നിന്നും ഒരു പതിവായി നടന്നിട്ടുണ്ടോ? അത് ആരോടൊക്കെ നടത്താൻ കഴിയും, പറ്റും എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ചോദ്യത്തിന്റെ ചുരുക്കം, ഇസ്തിഗാസ എല്ലാവരോടും നടത്താൻ പറ്റുമോ? അത് ആരോടൊക്കെ പറ്റും, ആരോടൊക്കെ പറ്റില്ല എന്നതാണ് ചോദ്യത്തിന്റെ ചുരുക്കം.
പിന്നെ സ്വഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നോ എന്നാണ് മറ്റൊന്ന്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി സഹായം തേടുക എന്നാണ് അതിന്റെ അർത്ഥം. സഹായം തേടൽ. ഭാഷാപരമായി ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുക. ഇപ്പൊ നമുക്ക് 10 രൂപ ആവശ്യമുണ്ട്, എന്നാൽ അത് 10 രൂപ തരാൻ കഴിയുന്ന ആരോടും അത് ചോദിക്കാവുന്നതാണ്. അവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. ഇതല്ല തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അമ്പിയാക്കൾ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കൾ കറാമത്ത് കൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കുന്നതിനാണ് തർക്കത്തിലിരിക്കുന്ന, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅയും മറ്റു ഇതര പ്രസ്ഥാനങ്ങളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അതാണ്. അത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും നടത്താമെന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നത്. അത് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും നടത്തിയതാണ്. മഹാനായ ഇമാം സുബ്കി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ശിഫാഉ സക്കാം എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. യഅലം അന്നഹു വയജൂസു വയഹ്സുനു അത്തവസ്സുലു വൽ ഇസ്തിഗാസതു. തവസ്സുല്, ഇസ്തിഗാസ എന്നത് അനുവദനീയമാണ്, അത് ജായിസാണ്. അത് അനുവദനീയമാണെന്ന കാര്യവും നല്ലതാണെന്ന കാര്യവും എല്ലാ മതത്തിന്റെ ആളുകൾക്കും അറിയപ്പെട്ടതാണ്. പണ്ഡിതന്മാരും മുഴുവനും ചെയ്തു വന്ന ചര്യയാണ്. ഇബ്നു തൈമിയ്യ എന്ന പണ്ഡിതൻ വരുന്നത് വരെ ലോകത്ത് ഒരാളും അതിനെ എതിർത്തിട്ടില്ല എന്ന് മഹാനായ ഇമാം സുബ്കി റഹ്മഹുല്ല വളരെ വ്യക്തമായി ശിഫാഉ സക്കാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇസ്തിഗാസക്ക് പാടില്ല എന്ന് പറയുന്ന ഇസ്തിഗാസക്ക് പുത്തൻ പ്രസ്ഥാനക്കാർ നൽകിയ ഒരു നിർവചനം, അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന കുഞ്ഞീദ് മദനി എഴുതിയ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞ നിർവചനം എന്താണ്? ഇസ്തിഗാസ എന്ന ഹെഡിങ് അതിൽ പറയുന്നു, ആപൽഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴുമുള്ള പ്രാർത്ഥനയ്ക്ക് പൊതുവിൽ ദുആ എന്ന് പറയുന്നു. എന്നാൽ ആപൽഘട്ടങ്ങളിലുള്ള സഹായാർത്ഥനയ്ക്ക് മാത്രമാണ് സാധാരണ ഇസ്തിഗാസ എന്ന് പ്രയോഗിക്കുന്നത്. മനുഷ്യ കൈവിൽപ്പെട്ട കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അന്യോന്യം സഹായാർത്ഥന നടത്താൻ ഇസ്ലാം അനുവദിച്ചതാണ്. അവർ അന്യോന്യം സഹായിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചതുമാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിലിപ്പോ നമ്മൾ തർക്കമല്ല. ഇനിയാണ് തർക്കമുള്ള വിഷയം പറയുന്നത്. എന്നാൽ മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അതിന് ഞാൻ ഒരൊറ്റ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സഹാബത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചതും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം റസൂലിനോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ധാരാളം ഹദീസുകൾ കേൾക്കുന്നു, അതൊക്കെ ഞാൻ മറന്നു പോകുകയാണ്. അതുകൊണ്ട് മറവിക്കുള്ള ഒരു മരുന്ന് തങ്ങൾ ഇപ്പോൾ നൽകണം. മറവിക്കുള്ള മരുന്ന് സാധാരണ നിലക്ക് ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഒന്നാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മറവിക്കുള്ളൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരാളൊരു മരുന്നാണ് കുടിച്ചാൽ അയാൾ മരണം വരെ മറക്കന്നല്ല. അങ്ങനത്തെ വല്ല മരുന്നുണ്ടോ? ഇല്ല. ആ മരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? ഓളവിടുന്ന് മറവിക്കുള്ള മരുന്ന് അള്ളാഹുവിനോട് ചോദിച്ചോന്നാണോ പറഞ്ഞല്ല. ഉബുസുത്തരിത അക്ക ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. നിങ്ങൾ ആ മുണ്ടൊന്നും ഇങ്ങോട്ട് നീട്ടൂന്നാ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ മുണ്ട് നീട്ടി. റസൂൽ എന്ത് ചെയ്തു? 3 പ്രാവശ്യം ഇങ്ങനെ കോരിയിട്ട് മുണ്ടിലേക്ക് ഇട്ടു. ഇങ്ങനെ കോരി മുണ്ടിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഫളുമ്മഹു, അതൊന്നും ഇങ്ങോട്ട് കൂട്ടിപ്പിടിക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫളമംതുഹു, ഞാനത് കൂട്ടിപ്പിടിച്ചു. ഫമാ നസീതു ബഅദഹു ശൈഅൻ, ഇങ്ങനെ ചെയ്തതിന് ശേഷം യാതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി. അപ്പൊ സാധാരണ നിലക്ക് പെങ്ങൾക്കാർക്കും എനിക്ക് മറവിക്കുള്ള ഒരു മരുന്ന് തരാൻ കഴിയൂല. അപ്പൊ മനുഷ്യ കൈവിന് അതീതം നിന്ന് ഇവർ പറഞ്ഞിപ്പെട്ട തന്നെയാണത്. അത് പെട്ടത് തന്നെയാണത്. അത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കൊടുക്കുകയും ചെയ്തു. ഇത് ജീവിതകാലത്ത് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇനി മരണശേഷം, ജീവിതകാലത്തല്ല മുസ്ലിയാരെ എന്ന് പറയുകയാണെങ്കിൽ മരണശേഷമുള്ള സംഭവമാണ്. ഞാൻ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ സംഭവം ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഇത് അൽ ബിദായ വന്നിഹായ എന്ന ഇബ്നു കസീറിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം
സനദുകളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു അസാബന്നാസ കഹ്തുൻ, ജനങ്ങൾക്ക് വെള്ളക്ഷാമം നേരിട്ടു, വെള്ളക്ഷാമം. ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്. അപ്പൊ എന്താ ചെയ്തത്? ഫജാഅ റജുലുൻ, ഒരാൾ വന്നു ഇലാ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്കാ മൂപ്പര് പോയത്. ഫഖാല, എന്നിട്ട് റസൂലിനോട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഏതായാലും റസൂൽ വഫാത്തായിട്ടുണ്ടല്ലോ. എന്താണ് പറയുന്നത്? യാ റസൂലല്ലാഹ്, വഫാത്തായ നബിനോട്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്കിലി ഉമ്മത്തി ലി ഉമ്മത്തിക്ക, തങ്ങളുടെ സമുദായത്തിന് വേണ്ടി തങ്ങളൊന്നും മഴ വാങ്ങിത്തരണം എന്നാണ് വഫാത്തായ റസൂലിനോട് പറയുന്നത്. കാരണം ഫൈന്നഹും ഖദ് ഹലക്കു, അവരൊക്കെ വെള്ളം കിട്ടാതെ നശിച്ചിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്താഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഈ വ്യക്തിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലൂടെ ബന്ധപ്പെട്ടു. വഫാത്തിന് ശേഷം അധികവും റസൂലുള്ള ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അഡ്വാൻസായി പറഞ്ഞു വെച്ചത്, എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്, ശൈത്താനന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് റസൂല് നിർദ്ദേശിച്ച അതിനാ. ഇത് ചെന്ന് സഹാബിയാണ്, സഹാബി റസൂലിനെ കണ്ടു പരിചയമുള്ള ആളുമാണല്ലോ, അതുകൊണ്ട് ഉറപ്പായി റസൂൽ തന്നെയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഈത്തി ഉമറ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുത്ത് പോകണം. ഫാക്രിയു മിന്നി സലാം, എന്റെ സലാം ഒന്ന് പറയണം. വഫാത്തായ റസൂല് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സലാം പറഞ്ഞേക്കാണ്, കണ്ടോ. എന്നിട്ട് വഅഖ്ബിറുഹും അന്നഹും മുസ്കൂൻ, അവർക്ക് മഴ കിട്ടുന്നുള്ള സന്തോഷ വാർത്തയും ജനങ്ങളോടൊക്കെ പറയണം. വഖുല്ലഹു അലൈക ബിൽ കയ്യിസ് അൽ കയ്യിസ്, ഒന്ന് കടുപ്പം കുറച്ച് ഭരിക്കാൻ വേണ്ടിയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയണം, ഭരണത്തിലുള്ള നിർദ്ദേശം. മറ്റൊന്ന് ഫാത്തർ റജുലു, അങ്ങനെ ഈ പറഞ്ഞ ആള് ബിലാൽ ബിൻ ഹാരിസ് എന്ന സഹാബിയാണ്. ഇദ്ദേഹം എന്ന് പണ്ഡിതന്മാരൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം വന്നു ഫഅഖ്ബറ ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്ന് കടുപ്പം കുറച്ച് ഭരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫഖാല യാ റബ്ബി മാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, പടച്ചവനെ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഭരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്, ഇത് ഇമാം ബൈഹഖി തന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഇബ്നു കസീർ പറയുന്നു വഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ഈ ഹദീസ് ശരിയായ പരമ്പരയാണ്.